എല്ലാ പാർട്ടിയിലെ നേതാക്കളുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന് RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. അവരുമായി സംസാരിച്ചാൽ മുന്നണി മാറി എന്നല്ല അർത്ഥം. എന്തും പറയാനും പ്രചരിപ്പിക്കാനും പറ്റുന്ന കാലമാണിതെന്നും ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ശ്രേയാംസ് കുമാർ പറഞ്ഞു. രാജ്യത്താകമാനം സാന്നിധ്യമുള്ള കോൺഗ്രസ് ദുർബലപ്പെടുന്നത് ആപത്താണ്. അത് കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യമുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ UDF നേതാക്കളെ ചർച്ച നടത്തുന്നു. എനിക്ക് എല്ലാ പാർട്ടിയിലെ നേതാക്കളുമായി നല്ല ബന്ധമുണ്ട്. UDFിലും LDFിലും BJP അത്രയൊന്നും ഞാൻ പറയില്ല. രാജീവ് ചന്ദ്രശേഖരൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ചെന്നിത്തലയോ അല്ലെങ്കിൽ സതീശനോ സംസാരിച്ചതിൻ്റെ അർത്ഥം ഞാൻ മുന്നണി മാറിയെന്നല്ല. അതിപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദങ്ങളാണ്. എല്ലാ സംസ്ഥാനത്തും പ്രാതിനിധ്യമുള്ള ഒരു കക്ഷിയാണ് കോൺഗ്രസ്. നാഷണൽ പാർട്ടി ഓൾ ഇന്ത്യ പ്രസിഡന്റ് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും ദുർബലപ്പെടാൻ പാടില്ല. കോൺഗ്രസ് ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ഡെമോക്രസിക്ക് അത് പ്രതികൂലമായി ബാധിക്കും. ആ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാൻ മാതൃഭൂമിയുടെ മേധാവി എന്ന നിലയിലാണ് MV ശ്രേയാംസ് കുമാറിനെ ക്ഷണിച്ചത് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ മാധ്യമത്തിന്റെ ഒരു ധർമ്മം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള സെഷനെ പറ്റി ആലോചിക്കുന്നത്. ഈ സെഷനെ പറ്റി ആലോചിക്കുമ്പോൾ നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം നിർദ്ദേശിക്കപ്പെട്ട പേര് ശ്രീ MV ശ്രേയാംസ് കുമാറിൻ്റെതാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനപ്പുറം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മാധ്യമ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. സത്യസന്ധമായി പറഞ്ഞാൽ വീക്ഷണത്തെക്കാൾ നമുക്ക് നമ്മുടേതെന്ന് പറയുവാൻ കഴിയുന്ന പത്രം കോൺഗ്രസ്സുകാരുടെ മാതൃഭൂമിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലെഗസി നമുക്ക് കൂടി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മാധ്യമ സ്ഥാപനം പിന്നെ എല്ലാ കാലത്തും നമ്മളോടൊപ്പമാണെങ്കിലും നമുക്കെതിരായി നിൽക്കുകയാണെങ്കിലും വ്യക്തിപരമായും പ്രത്യയശാസ്ത്രപരമായും ഒക്കെ എല്ലാ കാലത്തും നമ്മളോട് സൗഹൃദം പുലർത്തുന്ന ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് ശ്രീ MV ശ്രേയാംസ് കുമാറിനെ നമ്മൾ ഈ സെഷനിലേക്ക് ക്ഷണിക്കുന്നത്.